2/6/25 പ്രഭാത മുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയിലിരിക്കൂ, എങ്കിൽ ദൂരെയായാലും കൂടെയാണ്. ഓർമ്മയിലൂടെ കൂട്ടുകെട്ടിൻ്റെയും അനുഭവമുണ്ടാകുന്നു, വികർമ്മങ്ങളും വിനാശമാകുന്നു. ചോദ്യം: ദൂരദേശിയായ ബാബ കുട്ടികളെ ദീർഘദർശികളാക്കുന്നതിനു വേണ്ടി ഏതൊരു ജ്ഞാനമാണ് നൽകുന്നത്? ഉത്തരം: ആത്മാവ് എങ്ങനെയാണ് ചക്രത്തിൽ ഭിന്ന ഭിന്ന വർണ്ണങ്ങളിൽ വരുന്നത്? ഇതിൻ്റെ ജ്ഞാനം ദീർഘദർശിയായ ബാബ തന്നെയാണ് നൽകുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണ വർണ്ണത്തിലാണ്. ഇതിനു മുമ്പേ ജ്ഞാനം ഇല്ലാതിരുന്നപ്പോൾ ശൂദ്രവർണ്ണത്തിലായിരുന്നു. അതിനു മുമ്പ് വൈശ്യവർണ്ണത്തിലേതായിരുന്നു. ദൂരദേശത്ത് വസിക്കുന്ന ബാബ വന്ന് ഈ ദീർഘദർശിയാക്കുന്നതിൻ്റെ മുഴുവൻ ജ്ഞാനവും കുട്ടികൾക്ക് നൽകുന്നു. ഗീതം. ആരാണോ പ്രിയതമനോടൊപ്പം? ഓം ശാന്തി. ജ്ഞാനസാഗറിനോടൊപ്പം ഉള്ളവർക്കാണ് ജ്ഞാന മഴ പെയ്യുന്നത്. നിങ്ങൾ ബാബയുടെ കൂടെയാണ്, വിദേശത്തായാലും കൂടെയാണ്. ഓർമ്മ വയ്ക്കുന്നുവല്ലോ, ഏതെല്ലാം കുട്ടികൾ ഓർമ്മയിലിരിക്കുന്നു അവർ സദാ കൂടെയാണ്. ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ കൂടെയിരിക്കുന്നു. വികർമ്മങ്ങളും വിനാശമാകുന്നു. പിന്നെ വികർമാജീത് സംവത്സരം ആരംഭിക്കുന്നു. പിന്നീട് രാവണ രാജ്യം ആരംഭിക്കുമ്പോൾ രാജ വികർമ്മിയുടെ സംവത്സരം എന്ന് പറയുന്നു. അതാണ് വികർമാജീത്. മറ്റത് വിക്രമി. ഇപ്പോൾ നിങ്ങൾ വികർമാജീത് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് നിങ്ങൾ വിക്രമിയാകും. ഈ സമയം എല്ലാവരും അതിവികർമ്മിയാണ്. ആർക്കും തന്നെ തൻ്റെ ധർമ്മത്തിൻ്റെ അറിവില്ല. ഇപ്പോൾ ബാബ ഒരു ചെറിയ ചോദ്യം ചോദിക്കുന്നു. സത്യയുഗത്തിൽ നമ്മൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലേതാണ് എന്ന് ദേവതമാർ അറിയുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുന്നു നമ്മൾ ഹിന്ദു ധർമ്മത്തിലേതാണ് എന്ന്. ചിലർ പറയും നമ്മൾ ക്രിസ്ത്യൻ ധർമ്മത്തിലേതാണ്. അതേപോലെ അവിടെ ദേവതമാർ സ്വയം ദേവീദേവതാ ധർമ്മത്തിലേതാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമാണല്ലോ. നമ്മൾ ഇന്ന ധർമ്മത്തിലേതാണ് എന്ന് മനസ്സിലാക്കുവാനായി അവിടെ രണ്ടാമതൊരു ധർമ്മമില്ല. ഇവിടെ വളരെയധികം ധർമ്മമുണ്ട്. അതിനാൽ തിരിച്ചറിയുന്നതിന് വേണ്ടി വ്യത്യസ്ത പേരുകൾ വെച്ചിരിക്കുന്നു. അവിടെയാകട്ടെ ഒരു ധർമ്മമാണുള്ളത്. അതിനാൽ നമ്മൾ ഈ ധർമ്മത്തിലേതാണ് എന്ന് പറയേണ്ട ആവശ്യം തന്നെയില്ല. ഒരു ധർമ്മമുണ്ട് എന്ന അറിവ് പോലും അവർക്കില്ല. അവരുടെ മാത്രം രാജധാനിയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലേതാണ്. ദേവി ദേവന്മാർ എന്ന് മറ്റാരെയും പറയുവാൻ സാധിക്കില്ല. പതീതരായത് കാരണം സ്വയം ദേവത എന്ന് പറയുവാൻ സാധിക്കില്ല. പവിത്രമായവരെയാണ് ദേവത എന്ന് പറയുന്നത്. അവിടെ അങ്ങനെയുള്ള ഒരു കാര്യവും ഉണ്ടായിരിക്കുന്നില്ല. ആരുമായും താരതമ്യം ചെയ്യുവാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിലാണ്. ആദി സനാതന ദേവീ ദേവതാ ധർമ്മം വീണ്ടും സ്ഥാപിതം ആയിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നു. അവിടെയാകട്ടെ ധർമ്മത്തിൻ്റെ കാര്യം തന്നെയില്ല. ഒരു ധർമ്മം തന്നെയാണ് ഉള്ളത്. ഇതും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. മഹാപ്രളയം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതായത് ഒന്നും തന്നെ അവശേഷിക്കുകയില്ല എന്ന് പറയുന്നതും തെറ്റാണ്. ബാബ ഇരുന്ന് ശരി എന്താണ് എന്നത് മനസ്സിലാക്കിച്ചു തരുന്നു. ശാസ്ത്രങ്ങളിലാകട്ടെ ജലമയമായി കാണിച്ചിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഭാരതം ഒഴിച്ചുള്ളത് ജലമയമായി പോകും. ഇത്രയും വലിയ സൃഷ്ടിയെ എന്ത് ചെയ്യുവാനാണ്? ഒരു ഭാരതത്തിൽ തന്നെ നോക്കൂ, എത്ര ഗ്രാമങ്ങളാണുള്ളത്. മുൻപ് വനമായിരുന്നു, പിന്നീട് അതിൽ നിന്നും വൃദ്ധി ഉണ്ടാകുന്നു. അവിടെയാകട്ടെ നിങ്ങൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർ മാത്രമാണ് വസിക്കുന്നത്. ഇത് ബ്രാഹ്മണരായ നിങ്ങളുടെ ബുദ്ധിയിൽ ബാബ ധാരണയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, ഉയർന്നതിലും ഉയർന്ന ശിവ് ബാബ ആരാണ്? ആ ഒന്നിനെ എന്തുകൊണ്ടാണ് പൂജിക്കുന്നത്? ഇരിക്കിൻ പൂവും മറ്റും എന്തുകൊണ്ട് അർപ്പിക്കുന്നു? ആ ഒന്ന്
നിരാകാരനാണല്ലോ. നാമരൂപത്തിൽ നിന്നും വേറിട്ടവൻ എന്ന് പറയുന്നു. പക്ഷേ നാമരൂപത്തിൽ നിന്നും വേറിട്ട ഒരു വസ്തുവുമില്ല. പിന്നെ എന്തിനാണ് പുഷ്പങ്ങളും മറ്റും അർപ്പിക്കുന്നത്? ആദ്യം ആ ഒന്നിൻ്റെ പൂജയാണ് ഉണ്ടാകുന്നത്. ക്ഷേത്രങ്ങളും ആ ഒന്നിൻ്റേതാണ് ഉണ്ടാകുന്നത്. കാരണം ഭാരതത്തിൻ്റെയും മുഴുവൻ ലോകത്തിലെ കുട്ടികളുടെയും സേവനം ചെയ്യുന്നു. മനുഷ്യരുടെ സേവനം തന്നെയായിരിക്കുമല്ലോ ചെയ്യുന്നത്. ഈ സമയം നിങ്ങൾക്ക് സ്വയം ദേവീ ദേവത ധർമ്മത്തിലേതാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. നമ്മൾ ദേവീ ദേവന്മാരായിരുന്നു എന്നത് നിങ്ങൾക്കറിയില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. അതിനാൽ മനസ്സിലാക്കേണ്ടതാണ്, ഈ ജ്ഞാനം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. ആ ഒന്നിനെ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം എന്നും നോളജ്ഫുൾ എന്നും പറയുന്നത്. രചയിതാവിനെയും രചനയെയും ഋഷിമുനിമാർ തുടങ്ങി ആരും തന്നെ അറിയുന്നില്ല എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. നേതി നേതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ചെറിയ കുട്ടികൾക്ക് ജ്ഞാനമുണ്ടായിരിക്കുമോ? വളരുന്നതനുസരിച്ച് ബുദ്ധി തുറന്നു വരും. വിദേശം എവിടെയാണ്, ഇത് എവിടെയാണ് എന്ന് ബുദ്ധിയിൽ വന്നുകൊണ്ടിരിക്കും. കുട്ടികളായ നിങ്ങളും ആദ്യം ഈ പരിധിയില്ലാത്ത ജ്ഞാനത്തെ ഒട്ടും തന്നെ അറിഞ്ഞിരുന്നില്ല. ഇദ്ദേഹവും പറയുന്നു, ഞാൻ ശാസ്ത്രങ്ങളും മറ്റും പഠിച്ചിരുന്നു, പക്ഷേ ഒന്നും മനസ്സിലാകുമായിരുന്നില്ല. മനുഷ്യർ തന്നെയാണ് ഈ ഡ്രാമയിലെ ആക്ടേഴ്സ്. മുഴുവൻ കളിയും 2 കാര്യത്തിന്മേലാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്: ഭാരതത്തിൻ്റെ തോൽവിയും ഭാരതത്തിൻ്റെ ജയവും. ഭാരതത്തിൽ സത്യയുഗത്തിൻ്റെ ആദിയുടെ സമയം പവിത്ര ധർമ്മം ഉണ്ടായിരുന്നു. ഈ സമയത്ത് അപവിത്ര ധർമ്മമാണ്. അപവിത്രത കാരണം സ്വയം ദേവത എന്ന് പറയുവാൻ സാധിക്കില്ല. എങ്കിലും ശ്രീ ശ്രീ എന്ന് പേര് വയ്ക്കുന്നു. പക്ഷേ ശ്രീ എന്നാൽ ശ്രേഷ്ഠം എന്നാണ്. ശ്രേഷ്ഠം എന്ന് പറയുന്നത് തന്നെ പവിത്ര ദേവതമാരെയാണ്. ശ്രീമദ് ഭഗവാൻ വാച എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ശ്രീ ആരായി? ബാബയുടെ സന്മുഖത്ത് കേട്ട് സ്ത്രീ ആകുന്നവരാണോ, അതോ സ്വയം ശ്രീ ശ്രീ എന്ന് പറയപ്പെടുന്നവരാണോ? ബാബയുടെ കർത്തവ്യമനുസരിച്ച് ഏത് പേര് വന്നുവോ അതും തൻ്റെ മേൽ വച്ചിരിക്കുകയാണ്. ഇവയെല്ലാം വിലയില്ലാത്ത കാര്യങ്ങളാണ്. എങ്കിലും ബാബ പറയുന്നു, കുട്ടികളെ, ഒരു ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. ഇതാണ് വശീകരണ മന്ത്രം. നിങ്ങൾ രാവണന്റെ മേൽ ജയം നേടി ജഗത് ജീത്താകുന്നു. ഓരോ നിമിഷവും സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഈ ശരീരമാകട്ടെ ഇവിടെ 5 തത്വങ്ങളാൽ നിർമ്മിതമാണ്. നിർമ്മിതമാകുന്നു, മുക്തമാകുന്നു, വീണ്ടും നിർമ്മിതമാകുന്നു. ഇനി ആത്മാവാകട്ടെ അവിനാശിയാണ്. അവിനാശിയായ ആത്മാക്കളെ ഇപ്പോൾ അവിനാശിയായ ബാബ സംഗമയുഗത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര തന്നെ വിഘ്നങ്ങളോ മറ്റോ ഉണ്ടാകുന്നുവെങ്കിലും, മായയുടെ കൊടുങ്കാറ്റ് വരുന്നെങ്കിലും നിങ്ങൾ ബാബയുടെ ഓർമ്മയിലിരിക്കൂ. നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ തന്നെ സദോ പ്രധാനമായിരുന്നു, പിന്നെ തമോ പ്രധാനം ആയിരിക്കുന്നു. നിങ്ങളിലും നമ്പർ വാറായാണ് അറിയുന്നത്. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ തന്നെയാണ് ആദ്യം ഭക്തി ചെയ്തത്. തീർച്ചയായും ആരാണോ ആദ്യം ഭക്തി ചെയ്തത് അവർ തന്നെയാണ് ശിവന്റെ ക്ഷേത്രം നിർമ്മിച്ചത്. കാരണം ധനികരും അവർ തന്നെയാണല്ലോ. വലിയ രാജാക്കന്മാരെ കണ്ട് മറ്റ് രാജാക്കന്മാരും പ്രജകളും ചെയ്യും. ഇതെല്ലാം ഡീറ്റെയിൽ ആയ കാര്യങ്ങളാണ്. ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പറയുന്നു. പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് എത്ര വർഷമെടുക്കുന്നു? ജ്ഞാനമാകട്ടെ സഹജമാണ്. ഓർമ്മയുടെ യാത്രയുടെ കാര്യത്തിൽ എടുക്കുന്ന അത്രയും സമയം ഇതിൽ എടുക്കുന്നില്ല. വിളിക്കുന്നുമുണ്ട്, ബാബ വരൂ, വന്ന് നമ്മളെ പതീതത്തിൽ നിന്നും പാവനമാക്കൂ എന്ന്. ബാബ നമ്മെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റൂ എന്ന് പറയുന്നില്ല. പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റൂ എന്നാണ് എല്ലാവരും പറയുന്നത്.
പാവന ലോകം എന്ന് പറയുന്നത് സത്യയുഗത്തെയാണ്. ഇതിനെ പതീത ലോകം എന്ന് പറയും. പതീത ലോകം എന്ന് പറഞ്ഞാലും സ്വയം മനസ്സിലാക്കുന്നില്ല, സ്വയം തന്നോട് ഘൃണ വയ്ക്കുന്നില്ല. നിങ്ങൾ മറ്റാരുടെയും കൈകൊണ്ട് ഉണ്ടാക്കിയത് ഭക്ഷിക്കുന്നില്ല. അപ്പോൾ പറയുന്നു, നമ്മൾ തൊട്ടുകൂടാത്തവരാണോ എന്ന്. നിങ്ങൾ സ്വയം തന്നെ പറയുന്നുവല്ലോ, എല്ലാവരും പതീതരാണല്ലോ, നമ്മൾ പതീതരാണ്, ഈ ദേവതമാർ പാവനമാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നുവല്ലോ. അപ്പോൾ പതീതരെ എന്തു പറയും? അമൃത ഉപേക്ഷിച്ച് വിഷം എന്തിനു കഴിച്ചു എന്ന് പാടപ്പെടുന്നുണ്ടല്ലോ. വിഷം മോശമായ ഒന്നാണല്ലോ. ബാബ പറയുന്നു, ഈ വിഷം നിങ്ങൾക്ക് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നു. പക്ഷെ ഇതിനെ പോയിസൺ ആണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇതുപോലെ ലഹരിയുടെ ആസക്തിയുള്ളവർക്ക് ലഹരി ഇല്ലാതിരിക്കുവാൻ സാധിക്കില്ല. മദ്യത്തിൻ്റെ ശീലമുള്ളവർക്ക് മദ്യമില്ലാതിരിക്കുവാൻ സാധിക്കില്ല. യുദ്ധത്തിൻ്റെ സമയം വരുമ്പോൾ അവരെ മദ്യം കഴിപ്പിച്ച് ലഹരി കയറ്റി യുദ്ധത്തിന് അയക്കുന്നു. ലഹരി കിട്ടി കഴിഞ്ഞു, നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കും. അവർക്ക് മരിക്കുവാനുള്ള ഭയമില്ല. എവിടെയെങ്കിലുമൊക്കെ ബോംബുകൾ കൊണ്ടുപോയി ബോംബ് സഹിതം വീഴുന്നു. മൂസലുകളുടെ യുദ്ധം നടന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ശരിയായ കാര്യം ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. മുൻപ് പഠിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ഉദരത്തിൽ നിന്നും മൂസൽ വന്നു, പിന്നെ ഇത് ചെയ്തു എന്നൊക്കെ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു ആരാണ് പാണ്ഡവർ, ആരാണ് കൗരവർ. സ്വർഗവാസികൾ ആകുന്നതിന് വേണ്ടി പാണ്ഡവർ ജീവിച്ചിരിക്കെ ദേഹാഭിമാനത്തിൽ നിന്നും ഉരുകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തു. നിങ്ങൾ ഇപ്പോൾ ഈ പഴയ ചെരുപ്പ് ഉപേക്ഷിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. പഴയ ചെരുപ്പ് ഉപേക്ഷിച്ച് പുതിയത് നേടണം എന്ന് പറയുന്നു. ബാബ കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പം വരുന്നു, എൻ്റെ നാമം ശിവൻ എന്നാണ്. ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. ഭക്തി മാർഗത്തിന് വേണ്ടി എത്ര ക്ഷേത്രങ്ങളും മറ്റും നിർമ്മിക്കുന്നു. പേര് തന്നെ വളരെയധികം വച്ചിട്ടുണ്ട്. ദേവിമാർക്കും ഇങ്ങനെയുള്ള പേര് വച്ചിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതും കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ആരെയാണോ നമ്മൾ പൂജിച്ചിരുന്നത് ആ ഒന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏത് ലക്ഷ്മി നാരായണന്മാരുടെ പൂജാരിയായിരുന്നുവോ ഇപ്പോൾ നമ്മൾ സ്വയം അതായിക്കൊണ്ടിരിക്കുന്നു. ഈ ജ്ഞാനം ബുദ്ധിയിലുണ്ട്. സ്മരിച്ചുകൊണ്ടിരിക്കൂ, പിന്നെ മറ്റുള്ളവരെയും കേൾപ്പിക്കൂ. ധാരണ ചെയ്യുവാൻ സാധിക്കാത്ത ധാരാളം പേരുണ്ട്. ബാബ പറയുന്നു, അധികം ധാരണ ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ സാരമില്ല, ഓർമ്മിച്ചുവെങ്കിൽ ധാരണയാണല്ലോ. ബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. മുരളി കേൾപ്പിക്കുവാൻ ആകാത്തവർ ഇവിടെ ഇരുന്ന് സ്മരിക്കട്ടെ. ഇവിടെ യാതൊരു ബന്ധനമോ പ്രശ്നങ്ങളോ മറ്റോ ഇല്ല. വീട്ടിൽ കുട്ടികളുടെയും മറ്റും അന്തരീക്ഷം കാണുമ്പോൾ ആ ലഹരി അപ്രത്യക്ഷമാകുന്നു. ഇവിടെ ചിത്രങ്ങളും വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. അവരാകട്ടെ ഗീതയും മറ്റും പൂർണ്ണമായും മനഃപാഠമാക്കുന്നു. സിഖുകാരും ഗ്രന്ഥത്തെ മനഃപാഠമാക്കുന്നു. നിങ്ങൾക്ക് എന്താണ് മനഃപാഠമാക്കേണ്ടത്? ബാബയെ. നിങ്ങൾ പറയുന്നു, ബാബ ഇത് തികച്ചും പുതിയ കാര്യമാണ്. ഈ ഒരേ ഒരു സമയത്താണ് നിങ്ങൾക്ക് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഒരു ബാബയെ ഓർമ്മിക്കേണ്ടതായിട്ടുള്ളത്. 5000 വർഷങ്ങൾക്ക് മുമ്പും പഠിപ്പിച്ചിരുന്നു. ഇപ്രകാരം മനസ്സിലാക്കിക്കുവാൻ മറ്റാർക്കും ശക്തിയില്ല. ജ്ഞാനസാഗരം ഒരേ ഒരു ബാബയാണ്. മറ്റാരുമാവുക സാധ്യമല്ല. ജ്ഞാനസാഗരനായ ബാബ തന്നെയാണ് നിങ്ങളെ മനസ്സിലാക്കിക്കുന്നത്. നമ്മൾ അവതാരം എടുത്തിരിക്കുന്നു എന്ന് പറയുന്ന വളരെ പേർ ഇക്കാലത്ത് വന്നിട്ടുണ്ട്. അതിനാൽ സത്യത്തിൻ്റെ സ്ഥാപനയിൽ
എത്ര വിഘ്നമാണ് ഉണ്ടാകുന്നത്. എന്നാൽ സത്യത്തിൻ്റെ തോണി ആടിയുലയും, പക്ഷേ മുങ്ങിപ്പോവുകയില്ല എന്നാണ് മഹിമ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ബാബയുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്ര സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. മുൻപ് യാത്രയ്ക്ക് പോകുമായിരുന്നപ്പോൾ മനസ്സിൽ എന്താണ് വരുമായിരുന്നത്? ഇപ്പോൾ വീടും കുടുംബവും ഉപേക്ഷിച്ച് ഇവിടെ വരുമ്പോൾ എന്ത് ചിന്തയാണ് വരുന്നത്? നമ്മൾ ബാബ്ദാദയുടെ അടുത്തേക്ക് പോകുന്നു. ബാബ ഇതും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. എന്നെ ശിവ് ബാബ എന്നാണ് പറയുന്നത്. ആരിൽ പ്രവേശിച്ചുവോ അതാണ് ബ്രഹ്മാവ്. വംശാവലിയും ഉണ്ടായിരിക്കുമല്ലോ. ഏറ്റവും ആദ്യത്തെ വംശാവലി ബ്രാഹ്മണരുടേതാണ്. പിന്നീട് ദേവതമാരുടെ വംശാവലി ഉണ്ടാകുന്നു. ഇപ്പോൾ ദൂരദേശിയായ ബാബ കുട്ടികളെ ദീർഘദർശികളാക്കി മാറ്റുന്നു. നിങ്ങൾക്കറിയാം, ആത്മാവ് എങ്ങനെയാണ് മുഴുവൻ ചക്രത്തിലും ഭിന്ന ഭിന്ന വർണ്ണങ്ങളിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ജ്ഞാനം ദീർഘദർശിയായ ബാബ തന്നെയാണ് നൽകുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നു, ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണ വർണ്ണത്തിലേതാണ്. ഇതിനു മുമ്പ് ജ്ഞാനം ഇല്ലാതിരുന്നപ്പോൾ ശൂദ്രവർണ്ണത്തിലേതായിരുന്നു. നമ്മുടേത് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. ഗ്രേറ്റ് ശൂദ്രൻ, ഗ്രേറ്റ് വൈശ്യൻ, ഗ്രേറ്റ് ക്ഷത്രിയൻ, അതിനു മുമ്പ് ഗ്രേറ്റ് ബ്രാഹ്മണൻ ആയിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങൾ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. ഇതിനെയാണ് ദീർഘദർശനത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. ദൂരദേശത്ത് വസിക്കുന്ന ബാബ വന്ന് ദൂരദേശത്തിൻ്റെ മുഴുവൻ ജ്ഞാനവും കുട്ടികൾക്ക് നൽകുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ ബാബ ദൂരദേശത്ത് നിന്നും ഇതിൽ വരുന്നു. ഇത് അന്യദേശമാണ്, അന്യ രാജ്യമാണ്. ശിവബാബയ്ക്ക് തൻ്റേതായ ശരീരമില്ല. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. സ്വർഗത്തിൻ്റെ രാജ്യവും ബാബയ്ക്ക് നൽകണം. കൃഷ്ണനല്ല നൽകുന്നത്, ശിവബാബ തന്നെയാണ് നൽകുന്നത്. കൃഷ്ണനെ ബാബ എന്ന് പറയില്ല. ബാബ രാജ്യം നൽകുന്നു. ബാബയിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഇപ്പോൾ പരിധിയുള്ള സമ്പത്തുകളെല്ലാം പൂർത്തിയാകുന്നു. നമ്മൾ ഈ സംഗമത്തിൽ 21 ജന്മത്തേക്കുള്ള സമ്പത്ത് എടുത്തിട്ടുണ്ട് എന്നത് സത്യയുഗത്തിൽ നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ 21 ജന്മത്തേക്കുള്ള സമ്പത്ത് പകുതി കൽപ്പത്തേക്ക് വേണ്ടി നേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇപ്പോൾ അറിയുന്നുണ്ട്. 21 തലമുറ എന്നാൽ മുഴുവൻ ആയുസ്സും. എപ്പോഴാണോ ശരീരത്തിന് വാർദ്ധക്യമുണ്ടാകുന്നത് അപ്പോൾ ശരീരം സമയമനുസരിച്ച് ഉപേക്ഷിക്കും. സർപ്പം പഴയ പടം പൊഴിച്ച് പുതിയതെടുക്കുന്നത് പോലെ പാർട്ട് അഭിനയിച്ച് നമ്മുടെ ഈ വസ്ത്രം പഴയതായി പോയി. നിങ്ങൾ സത്യമായ ബ്രാഹ്മണനാണ്. നിങ്ങളെ തന്നെയാണ് ഭ്രമരം എന്ന് പറയുന്നത്. നിങ്ങൾ കീടങ്ങളെ തനിക്ക് സമാനം ബ്രാഹ്മണനാക്കി മാറ്റുന്നു. നിങ്ങളോട് പറയുകയാണ്, കീടങ്ങളെ കൊണ്ടുവന്ന് ഇരുന്ന് ഊതിക്കൊണ്ടിരിക്കും. ഭ്രമരവും ഊതിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ചിലതിന് ചിറകുകൾ വരുന്നു, ചിലത് മരിച്ചു പോകുന്നു. ഉദാഹരണങ്ങളെല്ലാം ഇപ്പോഴത്തേതാണ്. നിങ്ങൾ ഓമനകളായ മക്കളാണ്. കുട്ടികളെ പ്രകാശിക്കുന്ന രത്നം എന്ന് പറയുന്നു. ബാബ പറയുന്നു, പ്രകാശിക്കുന്ന രത്നമാണ്. നിങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളും എൻ്റേതായിരിക്കുകയല്ലേ? ഇങ്ങനെയുള്ള ബാബയെ എത്ര ഓർമ്മിക്കുമോ അത്രയും പാപം ഇല്ലാതാകും. മറ്റാരെയും ഓർമ്മിക്കുന്നതിലൂടെ പാപം ഇല്ലാതാകുന്നില്ല. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജീവിച്ചിരിക്കെ ദേഹാഭിമാനത്തിൽ നിന്നും ഉരുകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ഈ പഴയ ചെരുപ്പിൽ അല്പം പോലും മമത്വം ഉണ്ടായിരിക്കരുത്. സത്യമായ ബ്രാഹ്മണനായി കീടങ്ങളിൽ ജ്ഞാനം ഊതി അവരെ തനിക്ക് സമാനം ബ്രാഹ്മണനാക്കി മാറ്റണം.
വരദാനം. അമൃതവേളയുടെ മഹത്വം അറിഞ്ഞ് തുറന്ന ഭണ്ഡാരയിൽ നിന്നും തൻ്റെ സഞ്ചി നിറയ്ക്കുന്ന ഭാഗ്യവാനായി ഭവിക്കട്ടെ. അമൃതവേളയിൽ വരദാതാവിൽ നിന്നും ഭാഗ്യവിധാതാവിൽ നിന്നും ഏതൊരു ഭാഗ്യത്തിൻ്റെ രേഖ വരയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത് വരയ്ക്കൂ. കാരണം ആ സമയത്ത് നിഷ്കളങ്കനായ ഭഗവാന്റെ രൂപത്തിൽ ലവ്ഫുള്ളാണ്. അതിനാൽ അധികാരിയാകൂ, അധികാരം എടുക്കൂ. ഖജനാവിന്മേൽ ഏതെങ്കിലും താക്കോലോ പൂട്ടോ ഇല്ല. ആ സമയത്ത് കേവലം മായയുടെ ഒഴിവ് കഴിവ് ഉപേക്ഷിച്ച് ഒരു സങ്കല്പം എടുക്കൂ. ആരായാലും എങ്ങനെയായാലും അങ്ങയുടേതാണ്. മനസ്സും ബുദ്ധിയും ബാബയെ ഏൽപ്പിച്ച് ഭാഗ്യവാനായി മാറൂ. അപ്പോൾ ബാബയുടെ സർവ ഖജനാവുകളും തൻ്റെ ഖജനാവായി അനുഭവപ്പെടും. സ്ലോഗൻ: സേവനത്തിൽ അഥവാ സ്വാർത്ഥം മിക്സ് ആണെങ്കിൽ സഫലതയും മിക്സായി പോകും. അതിനാൽ നിസ്വാർത്ഥ സേവാധാരി ആകൂ. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അന്തർമുഖിയാകൂ. ആത്മാഭിമാനി ആകുന്നതിൻ്റെ പുരുഷാർത്ഥി അല്ലാത്ത ഒരു ബ്രാഹ്മണനും ഉണ്ടായിരിക്കില്ല. എന്നാൽ നിരന്തരം ആത്മാഭിമാനിയാകണം. അതിലൂടെ കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ സമ്പൂർണ്ണ വിജയം ഉണ്ടാകണം. ഓരോ കർമ്മേന്ദ്രിയവും സതോപ്രധാനവും സ്വച്ഛവും ആകണം. ദേഹത്തിൻ്റെ പഴയ സംസ്കാരത്തിൽ നിന്നും സംബന്ധത്തിൽ നിന്നും സമ്പൂർണ്ണ മർജീവ ആകണം. ഇതിനു വേണ്ടി അന്തർമുഖിയാകൂ. ഈ പുരുഷാർത്ഥത്തിലൂടെ തന്നെയാണ് നമ്പർ ഉണ്ടാകുന്നത്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സദ്ഗുരുവായ ബാബയിൽ നിന്നും സ്മൃതി സ്വരൂപമായി ഭവിക്കട്ടെ എന്ന വരദാനം ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ആത്മസ്മൃതിയുടെ തിലകധാരിയായി മാറും. ഈ ആത്മസ്വരൂപ സ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശബ്ദത്തിനുപരി ശാന്ത സ്വരൂപ അവസ്ഥ എനിക്ക് പ്രാപ്തമാകുന്നു. സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കപ്പെടുന്ന അനുഭവം എനിക്കുണ്ടാകും. ഇപ്പോൾ ഞാൻ പരമാത്മാ സ്മൃതിയുടെ തിലകം അണിയുകയാണ്. പരമധാമത്തിലെ പരമജ്യോതിയായി ബാബയുടെ സ്മൃതി സ്വരൂപമാകുന്നു. എൻ്റെ അനാദി സ്വീറ്റ് സൈലൻസ് സ്വരൂപസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ബാബയുടെ സ്മൃതിയിൽ ഏകാഗ്രമാകുമ്പോൾ എന്നിൽ ശക്തികൾ ഉണർന്നു വരുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ വിശേഷ ശക്തികൾ എന്നെ പരമാർത്ഥ മാർഗത്തിൽ വിഘ്നവിനാശകനാക്കി മാറ്റും. ഈ സൈലൻസിൻ്റെ
ശക്തിയുടെ ആധാരത്തിൽ എനിക്ക് വിപരീത സാഹചര്യങ്ങളിൽ നിന്നും വേറിട്ടും ഒരു ബാബയ്ക്ക് പ്രിയപ്പെട്ടും ഇരിക്കുവാൻ സാധിക്കും. ഈ സ്വീറ്റ് സൈലൻസ് സ്വരൂപ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വിശേഷ ആത്മാവായ ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ വിശ്വമാകെ വ്യാപിക്കുന്നു.